ഈ ശ്ലോകം ഞാൻ ആദ്യമായി കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് വായിച്ചത്. ഒരു കുട്ടി വിവേക ചൂടാമണി എടുത്ത് വായിച്ചു. 540 ശ്ലോകത്തിലെത്തി. അതിൽ പറയുകയാണ്, ദിഗംബരോ വാപി ച സാംബരോ വാ ത്വഗംബരോ വാപി ചിദംബരസ്ഥ. ആ പദങ്ങളല്ലേ, ഇങ്ങനെ ധന്യമായൊരു ഭാഷയോ ഞാൻ പലപ്പോഴും ചിന്തിച്ച് മഹിമ തോന്നാറുണ്ട് എനിക്ക്. ദിഗംബരോ, അമ്പരം എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം വസ്ത്രം എന്നാണ്. ദിഗംബര, എന്താ ഈ ദിഗംബരന്മാർ? എപ്പോഴും നിങ്ങൾ ചിലരെ അങ്ങനെ കാണാം. ഈ ദിഗംബരൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദിക്കുകളെ വസ്ത്രമായി ഉടുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നഗ്നൻ. ദിഗംബരോ വാപിച്ച സാംബരോ വാ. അപ്പം നഗ്നനായി നടക്കുന്ന ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നാൽ, എന്താ നിങ്ങളിങ്ങനെ വസ്ത്രമില്ലാതെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനോ? നിങ്ങൾക്ക് കാണാൻ കണ്ണില്ല. ദിക്കുകളാണ് എൻ്റെ വസ്ത്രം, വായുവാണ് എൻ്റെ വസ്ത്രം, ആകാശമാണ് എൻ്റെ വസ്ത്രം. അങ്ങനെ പറയുന്ന ആളോട് നിങ്ങൾ എന്ത് മറുപടി പറയും? ഒന്നും മറുപടി പറയില്ല, നമസ്കരിച്ച് പിൻവാങ്ങാനേ പറ്റുള്ളൂ. ദിഗംബരോ വാപിച്ച സാംബരോ വാ. അല്ല, വസ്ത്രം ഉടുത്ത് നടക്കുക. ആ വസ്ത്രത്തിൽ ചില വ്യത്യാസങ്ങളോ ആഭയോ ശോഭയോ ഒക്കെ ഉണ്ടായി എന്ന് വരാം. ത്വഗംബരോ വാപി, ഏതെങ്കിലും തൊലി, എന്താ മരവുരിയാവാം, അല്ല പുലിത്തോലാകാം, അല്ലെങ്കിൽ മാൻതോലാകാം. വാപി ചിദംബരസ്ഥ, അവിടെയാണ് ഊന്നല്. ചിദംബരസ്ഥ. നിങ്ങളീ പറയുന്നത് ശരീരം ധരിക്കുന്ന വസ്ത്രത്തെയാണ്. പക്ഷേ വാസ്തവത്തിൽ അദ്ദേഹം ശരീരമാണോ? അല്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയും അഹങ്കാരവും കൂടിച്ചേർന്നതാണ് ഉൾവ്യക്തിത്വം. ആ ഉൾവ്യക്തിത്വം എവിടെയാണ് നിൽക്കുന്നത്? അത് ഉടുക്കുന്ന വസ്ത്രം എന്താ? ചിദംബരസ്ഥ, ചിദാകാശസ്ഥിതനാണ് അദ്ദേഹം. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം, ചിദംബരം എന്ന് പറഞ്ഞാൽ ചിദാകാശം. നമ്മുടെ ഉള്ളിലൊരാകാശം ഉണ്ടാവണമല്ലോ. അതല്ലെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ചത്തിനെ മുഴുവൻ ഉൾക്കൊണ്ട് ഗ്രഹിച്ച് നമുക്ക് ഓർമ്മയാക്കി തരാൻ എങ്ങനെ പറ്റും? സ്വപ്നകാലത്ത് സ്വപ്ന പ്രപഞ്ചം രചിക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ പുറമേ എങ്ങനെയാണോ ഈ ദ്രവ്യാകാശമുള്ളത്, ആ ദ്രവ്യാകാശത്തിൻ്റെ ഉള്ളിൽ ബാക്കി 4 ഭൂതങ്ങളും അടങ്ങുന്ന ദ്രവ്യപ്രപഞ്ചമുള്ളത്, അതേമാതിരി നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു ചിദാകാശവും ഉണ്ട്. ആ ചിദാകാശത്തിൻ്റെ ഉള്ളിലാണ് സങ്കല്പങ്ങളും അക്ഷരങ്ങളും ചിന്തകളും ഭാവങ്ങളും വികാരങ്ങളും സ്വപ്ന സൃഷ്ടികളും എല്ലാം തന്നെ. അപ്പോൾ വാസ്തവത്തിൽ അങ്ങോരെ എവിടെയാണെന്ന് ചോദിച്ചാൽ ചിദംബരസ്ഥനാണെന്ന്, ചിദാകാശസ്ഥിതനാ. പുറമേ കാണുന്ന വസ്ത്രമൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നതല്ല. അപ്പോൾ ദിഗംബരനാകാം, സാംബരനാകാം, ത്വഗംബരനാകാം. എന്നിട്ട് നടക്കണതോ ഉന്മത്തവദ്വാഭിജ ബാലവദ്വാ, ഉന്മത്തവദ്വാഭിജ ബാലവദ്വാ. ഉന്മത്തനാകാം, അല്ലെങ്കിൽ വെറും കുട്ടികളെ പോലെ നടക്കാം. ഒരു കെയർ ഫ്രീ, ഒന്നിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ഉന്മത്തൻ, തലയിൽ എപ്പോഴും സന്തോഷ. ആരോട് എന്ത് പറയാനാ? കണ്ട് ചിരിക്കണമെങ്കിൽ ചിരിക്കും, കരയണമെങ്കിൽ കരയും, അപഹസിക്കണമെങ്കിൽ അപഹാസം തോന്നാം, എന്ത് വേണമെങ്കിൽ അങ്ങനെ നടക്കും. ഉന്മത്തവദ്വാഭിജ ബാലവദ്വാ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ പോലെ ആയിരിക്കാം നടത്തം. പിശാചവദ്വാഭി, വൃത്തിയില്ല, വെടുപ്പുമില്ല, തലയിങ്ങനെ വളർന്നിരിക്കണു, അതിങ്ങനെ പറന്ന് കിടക്കണു, ഒന്നുമില്ല. അങ്ങനെ കണ്ടാൽ പേടിക്കാവുന്ന തരത്തിൽ പിശാച് പോലെയുമാകാം. ചരത്യഭന്യാം, ഭൂമിയിൽ സഞ്ചരിക്കണു. ഇതാണ് നമ്മുടെ ഇന്ത്യ, ഇതാണ് നമ്മുടെ ഇന്ത്യ. നിങ്ങളിവിടെ എന്തെല്ലാം പട്ടണങ്ങളും സ്മാർട്ട് സിറ്റികളും എന്തൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ, എന്തെല്ലാം പരിഷ്കാരങ്ങൾ വേണമെങ്കിൽ കൊണ്ടു നടന്നോളൂ. നമ്മുടെ ഭാരതാംബ നമ്മളെ മാടി വിളിക്കുന്നത് ഈ സംസ്കാരത്തെ അനുസരിക്കാനും അതിൻ്റെ പരമാവധിയിലെത്താനുമാണ്. അതിന് ചിലരെങ്കിലും ഈ ഭൂമണ്ഡലത്തിൽ, നമ്മുടെ ഈ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടാവും. ഇല്ല എന്ന് നിങ്ങൾ പറയരുത്, ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ ഒരു കാലം. അതിമഹത്താണത്. എത്ര വലിയ മാളികയിലിരുന്നാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് സന്തോഷം. ആ സന്തോഷം തൊലി ഉണ്ടാക്കുന്നതോ ദേഹമുണ്ടാക്കുന്നതോ അല്ല, മനസ്സ് രചിക്കുന്നതാണ്. ആ സന്തോഷത്തിൻ്റെ താക്കോൽ ഇവരുടെ കയ്യിലുണ്ട്. അത് തുറന്ന്
അവർ ആ സന്തോഷത്തിൻ്റെ പരമാവധി എടുത്ത് അതങ്ങനെ കൈകാര്യം ചെയ്ത് അനുഭവിച്ചു കൂടുന്നവരാണ്. അതങ്ങോട്ട് വരുമ്പോൾ അവരെങ്ങനെ വേണമെങ്കിൽ നടക്കും. നിങ്ങളെ ഉപദ്രവിക്കണില്ലല്ലോ, ഒരാളെയും ഉപദ്രവിക്കണില്ല, ഒരാളുടെ ജീവിതത്തിലും ഇടപെടണില്ല. താൻ തൻ്റെ ഇഷ്ടപ്രകാരം ഇങ്ങനെ നടക്കണം. നായ്ക്കൾ നടക്കണില്ലേ, പശുക്കൾ നടക്കണില്ലേ? വാരാണസിയിൽ ചെന്നാൽ എത്ര പശുക്കളാണ് അങ്ങനെ നടക്കണത്. അതേമാതിരി അവരും നടന്നോട്ടെ. അവരാരുടെ മെത്തല കയറാനും വരുന്നില്ല, അവരുടെ അടുത്തുനിന്ന് ഓരോ ഉപദ്രവവും നമുക്ക് ഉണ്ടാവണില്ല. പിന്നെ എന്തിനത്ര പേടിക്കണത്? അപ്പോൾ അവരുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ കണ്ട് ബഹുമാനിക്കുകയാണ് വേണ്ടത്, ആദരിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒന്നും വേണ്ട എന്ന് തോന്നി ചിദംബരസ്ഥന്മാരായി പരമസന്തോഷത്തിൽ ആറാടി കുളിച്ച് കൂപ്പുകുത്തുന്നുണ്ടല്ലോ അവർ എന്ന് വിചാരിച്ച് നമ്മൾ ആദരിക്കുകയാണ് വേണ്ടത്. ദിഗംബരോ വാപിച സാംബരോ വാ ത്വഗംബരോ വാപി ചിദംബരസ്ഥ ഉന്മത്തവദ്വാപി ച ബാലവദ്വാ പിശാചവദ്വാപി ചരത്യവന്യാം. വിവേകചൂടാമണിയിലെ 542 ശ്ലോകമാണിത്. പലതവണ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നതും ചൊല്ലാറുള്ളതുമാണത്. വളരെ വിശേഷപ്പെട്ടതാണ്. നിങ്ങൾക്ക് തോന്നാം ഈ വക ശ്ലോകങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളിത് ഉച്ചരിക്കണം, പാടണം, രസിക്കണം. ഇപ്പോൾ ഭഗവാന്റെ അഴകും ഭഗവാന്റെ നിലയൊക്കെ കുറിച്ച് നമ്മൾ പാടാറും സ്തുതിക്കാറുമുണ്ടല്ലോ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനാവാനല്ലോ. നിങ്ങളാവാനും പോകണില്ല ഒരു പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്കുണ്ടാവുന്ന എന്താ പറയുക, എല്ലാ വിധത്തിലുള്ള ആശ്വാസവും ആനന്ദവും നിർവൃതിയും നമുക്കുണ്ടാവും. അതേമാതിരി അതിൽ കവിഞ്ഞ നിർവൃതി ഇതൊക്കെ ഇങ്ങനെ ഉരുവിട്ട് പറഞ്ഞ് ചിന്തിച്ച് അങ്ങനെ വരുമ്പോൾ ഉണ്ടാവും. മനസ്സാ സമയത്തേക്ക് ആ മാതിരിയുള്ള ഒരു ഗുണമൂല്യം, ആ നില നമുക്ക് വന്ന മാതിരിയാണ് തോന്നുക. മനസ്സിന് താതാത്മ്യം എന്ന ഒരു വിശേഷ സ്വഭാവമുണ്ട്. ഇതുകൊണ്ട് താതാത്മ്യം വരുമ്പോൾ അവർക്ക് എന്ത് സമാധാനവും സന്തോഷവും ഉണ്ടോ അത് നിങ്ങളുടെ മനസ്സിലും ഉണ്ടാവും. പരീക്ഷത്തിനോട് ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുത്ത ശുഗമഹർഷി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. പരീക്ഷത്ത് അവിടെ ഇരുന്നേ ഉള്ളൂ, കേട്ടേ ഉള്ളൂ. ഒരു സ്ഥലത്തും പോയില്ല, ഒരു പർവ്വതത്തേക്കും പോയില്ല, ഒരു തപസ്സും ചെയ്തില്ല. പക്ഷേ ഇതിൻ്റെ ഒക്കെ ഗുണം ഈ പറഞ്ഞത് കേട്ടത് കൊണ്ടുണ്ടായല്ലോ. അതുമാതിരി ഇത് നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ആ ചിന്ത കൊണ്ട് ഈ ഒരു നില കൈവന്നതിന് എന്ത് നേട്ടമുണ്ടാവുമോ അതേമാതിരി ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാവും. ക്വചിന്മൂഢോ വിദ്വാൻ ക്വചിദപി മഹാരാജവിഭവ ക്വചിത് ഭ്രാന്തഃ സൗമ്യഃ ക്വചിദജഗരാചാരകലിതഃ ക്വചിത് ഭ്രാന്തഃ സൗമ്യഃ ക്വചിദജഗരാചാരകലിതഃ ക്വചിത് പാത്രീഭൂതഃ ക്വചിദപമതഃ ക്വാപ്യഭിദിതഃ ചരത്യേവം പ്രാജ്ഞഃ സതത പരമാനന്ദ സുഖിതഃ. എത്ര വിശേഷപ്പെട്ട ഒരു പ്രസ്താവനയാണ്. ഒരു ജീവൻ മുക്തൻ എന്തെല്ലാം ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അദ്ദേഹം എങ്ങനെയൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ പ്രകടമാവുന്നത്, എത്ര ഭംഗിയായിട്ട് പറയണു. ക്വജന്മൂഢോ വിദ്വാൻ, ചിലപ്പോൾ മൂഢനാമാരിയാണ്. മൂഢന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നവരും അദ്ദേഹത്തോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇഷ്ടപ്പെടുന്നവരും അതിന് വാഞ്ചയുള്ളവരും വന്നാലല്ലേ വായ തുറന്ന് സംസാരിക്കണ്ടു. അല്ലാത്ത സമയത്തോ മൂഢൻ, ദാ പോണു പടുവിഡ്ഢി. നമ്മളൊക്കെ അവരവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ വെച്ച് കുടിച്ച് വിളമ്പി അങ്ങനെ അങ്ങോട്ട് കഴിയണു. അവനിടാ പോയിരിക്കണു അങ്ങനെ, ആർക്കും വേണ്ടാൻ്റെ, ഒന്നിനും കൊള്ളാൻ്റെ ഇങ്ങനെ പറയുന്നവരാണല്ലോ. അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ മൂഢനാണ്. അതിന് മറുപടി പറയാൻ പോകുന്നില്ല, അവരുടെ ചിന്താഗതിയെ വെല്ലുവിളിക്കാൻ പോകുന്നില്ല. ചില സമയത്തോ വിദ്വാൻ, അവിടെയല്ലേ കാര്യം. അതെന്താ അത്? അദ്ദേഹത്തിനോട് ചിലരെ സംസാരിക്കും. ആ സംസാരിക്കുന്നവരും ശാസ്ത്രമറിയുന്നവരും കേമന്മാരും ഉണ്ടാവും. അവർക്ക് ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ ആ സംശയത്തിന് എത്ര ഭംഗിയായിട്ട് ആശയത്തെളിച്ചം ഉണ്ടാകത്തക്ക വിധം മറുപടി പറയുമെന്നറിയാമോ? പ്രത്യേകിച്ചും ശാസ്ത്രപരിജ്ഞാനമുള്ളവർ. അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ വിദ്വാൻ, എന്തെങ്കിലും കാര്യം വിശദമായി വിവരിക്കണം എന്നൊരവസരം വന്നാൽ അസ്സലായിട്ട് വിവരിക്കും. ക്വചിന്മൂഢോ വിദ്വാൻ ക്വചിദപി മഹാരാജവിഭവ. ഇതേ ആളെ
ഒരു മഹാരാജാവ് കണ്ടുപിടിച്ചു. ഇപ്പം നിമി ചക്രവർത്തിയുടെ അടുത്ത് പോയി യദുവിൻ്റെ അടുത്ത് അവധൂതൻ സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതേമാതിരി ഒരു മഹാരാജാവാണ് കണ്ടെത്തിയത്. മനസ്സിലാക്കി കൂട്ടിക്കൊണ്ടുപോയാൽ രാജകൊട്ടാരത്തിലാണ് താമസിക്കാൻ പോകുന്നത്. മഹാരാജ വിഭവ. അല്ലെങ്കിൽ ശിഷ്യന്മാരൊക്കെ ഉണ്ടാവാം, അവരൊരു പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കും, അദ്ദേഹത്തിനെ സേവിക്കും, ശുശ്രൂഷിക്കും. എന്തെങ്കിലും മാസിക തുടങ്ങിയെന്ന് വരും, പുസ്തകങ്ങൾ എഴുതിയെന്ന് വരും, പലതുമായിട്ട് അങ്ങനെയും ഉണ്ടാവാം. അപ്പം കണ്ടാൽ ഇത് അപ്പപ്പ ഒരു സന്യാസി ഇരിക്കുന്ന സ്ഥലമാണോ ഇത്? ഇതെന്താ അത് കഥ? എന്ത് വൃത്തി, എന്ത് വെടുപ്പ്, എന്തെല്ലാം സൗകര്യങ്ങൾ, ഏതാ ഇത്, എന്താ അത് എന്നിങ്ങനെ മഹാരാജ വിഭവ. അങ്ങനെയുമാവാം. ക്വചിത് ഭ്രാന്ത, ഭ്രാന്തന്മാരെ പോലെ, ഭ്രാന്തനെ പോലെ. ചോദിച്ചാൽ ചിലപ്പോൾ മറുപടി പറയില്ല, ആരും സംസാരിക്കണത് ഇഷ്ടമാണെന്ന് നടിക്കില്ല, അങ്ങനെയുള്ളതും ആവാം. സൗമ്യ, സൗമ്യശീലനായി പെരുമാറുന്ന സന്ദർഭങ്ങളും ഉണ്ടാവാം. ക്വചിത് അജഗരാചാരകലിത. അജഗരാചാരകലിത എന്ന് പറഞ്ഞാൽ, അജഗര വൃത്തി എന്ന് പറഞ്ഞാൽ മലമ്പാമ്പിൻ്റെ വൃത്തി. ഞാൻ ഒരു വഴിക്കും പോവില്ല, ഭക്ഷണത്തിനും പരിശ്രമിക്കില്ല, ഭിക്ഷയും തേടില്ല, എൻ്റെ പാട്ടിൽ കിടക്കും. ഞാൻ ജനിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് വേണ്ടിയിട്ടല്ല. ജനിച്ചപ്പോഴാണ് എനിക്ക് വേണമെന്ന് തോന്നിയത്. അപ്പോൾ ജനിച്ചത് ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. ലോകത്തിൽ വൃക്ഷങ്ങളുണ്ട്, ചെടികളുണ്ട്, പുല്ലുകളുണ്ട്, വള്ളികളുണ്ട്, എല്ലാമുണ്ട്, പക്ഷികളുണ്ട്, ഇഴജന്തുക്കളുണ്ട്, പലതുമുണ്ട്. പ്രത്യേകിച്ച് മലമ്പാമ്പുണ്ട്, ചൂണ്ടിയും മലമ്പാമ്പും ഒക്കെ ഉണ്ട്. ആ മലമ്പാമ്പ് ഇര തേടാനായിട്ട് പോകാൻ അതിന് പറ്റില്ല, അതിൻ്റെ ശരീരം എടുത്തുകൊണ്ട് ഓടാനൊന്നും പറ്റില്ല. പാമ്പുകളൊക്കെ വേഗം ഓടുന്ന പോലെ. അത് എന്ത് ചെയ്യും? വായും പൊളിച്ച് അവിടെ നിൽക്കും. ആ പൊളിച്ചിരിക്കുന്ന വായിൽ വല്ല പക്ഷിയും വന്നാൽ അതങ്ങോട്ട് വിഴുങ്ങുന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല മലമ്പാമ്പ്. അങ്ങനെയുള്ള മലമ്പാമ്പും ഈ ലോകത്തിൽ കഴിഞ്ഞുകൂടുന്നുണ്ടല്ലോ. ആ മലമ്പാമ്പിനെ സൃഷ്ടിച്ച് അതിന് കഴിഞ്ഞുകൂടാനൊരു സൗകര്യം ഒരുക്കിയിട്ടുള്ള പ്രകൃതി അല്ലെങ്കിൽ ഈശ്വരൻ, ആ ഈശ്വരൻ എനിക്കും എന്തെങ്കിലും ഒരുക്കി തന്നാൽ ഞാൻ കഴിക്കാനില്ലെങ്കിൽ ഇല്ല എന്ന്. ഇതിപ്പോൾ എന്താ? അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരിക്കുക, ഇഴയല്ല. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മേടിക്കും, കൊടുത്തില്ലെങ്കിലോ മിണ്ടില്ല. ഇതാണ് ഈ അജഗര വൃത്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ടാവാം. ക്വചിത് പാത്രീഭൂത. ചിലപ്പോഴോ വലിയ ബഹുമാനവും സത്കാരവും കാലുകഴിക്കലും പൂജയും കുറുതൊടലും അങ്ങനെ ചില ആൾക്കാർ. ക്വചിത് അവമത. ചിലപ്പോൾ ഇയാളാരാ, ഭോഷ്കൻ, മിണ്ടാണ്ടിരിക്കും, നമുക്ക് പോവാം നമ്മുടെ പാട്ടിൽ എന്ന് പറഞ്ഞ് പുറന്തള്ളുന്നവരും ഉണ്ടാവും. ക്വാപ്യവിദിത. ചില സ്ഥലത്ത് ഒരാളും അറിയാതെ ഇങ്ങനെ ഒരു മഹാത്മാവ് ഉണ്ടോ ഒരാൾക്കും അറിയില്ല. കണ്ടുപിടിച്ചവർക്ക് തോന്നും ഇതെന്ത് ഗ്രഹപ്പഴയപ്പോൾ അത്. ഇദ്ദേഹത്തിൻ്റെ ചുറ്റും എത്ര കണ്ട് ബഹളവും ആൾക്കാരുടെ വരവും പോക്കും ഉണ്ടാവണം, ആരും വരുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് അറിയപ്പെടാതെ ഇരിക്കുക. ഇങ്ങനെ പലതരത്തിലായാലും ചരത്യേവം പ്രാജ്ഞ. അറിവുള്ളവൻ ഇങ്ങനെയാണ് സഞ്ചരിക്കുക. സതതപരമാനന്ദ സുഖിത. ഇങ്ങനെ എന്ത് വൃത്തിയായാലും ശരി, എപ്പോഴും പരമാനന്ദം കൊണ്ട് സുഖിയാണ് അദ്ദേഹം, ആനന്ദഭരിതനാണ്. എത്ര വിശേഷപ്പെട്ട ഈ ശ്ലോകമൊന്നും നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കൂപ്പ. ക്വചിന്മൂഢോ വിദ്വാൻ ക്വചിദപി മഹാരാജവിഭവ ക്വചിത് ഭ്രാന്ത സൗമ്യ ക്വചിത് അജഗരാചാരകലിത ക്വചിത് പാത്രീഭൂത ക്വചിദവമത ക്വാപ്യവിദിത ചരത്യേവം പ്രാജ്ഞ സതത പരമാനന്ദ സുഖിത. ഇതൊക്കെ ശങ്കരാചാര്യൻ്റെയാണ്. എനിക്ക് പറയണത് മുഴുവനാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർതൃഹരിയുടെ ഒരു കൃതിയും കൂടി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കണം. ഭർതൃഹരി ആരാ? ശങ്കരാചാര്യനെ പോലെയല്ല, മഹാരാജാവായിരുന്നു. രാജധാനിയിൽ നടന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും സ്വപത്നിയെക്കുറിച്ചുള്ളത് അദ്ദേഹത്തിന് ഒരു വലിയ വെളിപാടുണ്ടാക്കി തീർത്തു. എല്ലാവരുടെയും മനസ്ഥിതിയെ സൂക്ഷ്മമായി പരിശോധിച്ച് അതാത് കാലത്ത് വേണ്ട മുൻകരുതലും നടപടിയൊക്കെ എടുക്കേണ്ട ഞാൻ രാജധാനിയിൽ ഞാൻ കല്യാണം കഴിച്ചവളുടെ മനസ്സിനെ പോലും വേണ്ടതുപോലെ വിലയിരുത്താൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് സിംഹാസനം വിട്ടൊരൊറ്റ പോക കാട്ടിലേക്ക്. എല്ലാറ്റിലും തോറ്റാൽ പിന്നെ നമ്മൾ എവിടെയാ ചെല്ലുക? കാട്ടിലേക്ക് പോകും. അപ്പോൾ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോയി.
പോയി. അദ്ദേഹം നല്ല പഠിപ്പും അറിവുമുള്ള ആളായിരുന്നു. വരും കൊല്ലങ്ങളിൽ പിന്നെ അനന്തരവർഷങ്ങളിൽ എന്തുണ്ടായി? അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച്, കാട്ടിൽ ചെന്ന ആലോചനയാണല്ലോ, വേറൊന്നും ഉണ്ടാവില്ലല്ലോ. 300 ശ്ലോകങ്ങൾ എഴുതി. നീതിശതകം, ശൃംഗാരശതകം, വൈരാഗ്യശതകം. അതിൽ ആ വൈരാഗ്യത്തിനെ വർണ്ണിച്ചുകൊണ്ട് എഴുതിയ വൈരാഗ്യശതകമാണ്. അതാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളത്. അതിലുള്ള ഒരു ശ്ലോക കേട്ടോളൂ. കൗപീനം ശതഖണ്ഡജർജരതരം കന്ധാ പുനസ്താദൃശീ നൈശ്ചിന്യം നിരപേക്ഷഭൈക്ഷമശനം നിദ്രാ ശ്മശാനേ വനേ. നിദ്രാശ്മശാനേ വനേ സ്വാതന്ത്ര്യേണ നിരങ്കുശം വിഹരണം സ്വാന്തം പ്രശാന്തം സദാ. സ്ഥൈര്യം യോഗമഹോത്സവേപി ച യദി ത്രൈലോക്യരാജ്യേന കിം. സ്ഥൈര്യം യോഗമഹോത്സവേപി ച യദി ത്രൈലോക്യരാജ്യേന കിം. വൈരാഗ്യം മനസ്സിൽ വേണ്ടതുപോലെ വന്നു, ആത്മാനന്ദം ആത്മാഹ്ലാദം അനുഭവിച്ചു എന്നുണ്ടെങ്കിൽ ഈ ത്രൈലോക്യരാജ്യേന കിം, 3 ലോകവും അതിൻ്റെ ആധിപത്യം കിട്ടിയിട്ട് എന്താ കാര്യം എന്നാ ചോദിക്കണം. എന്താ ആ മനുഷ്യൻ്റെ നടപടിക്രമം? കൗപീനം ശതഖണ്ഡജർജരതരം കന്ധാ പുനസ്താദൃശീ. ഒരു കൗപീനം മാനം മറയ്ക്കാൻ വേണം. അതിനെന്താ? നല്ല തുണിയൊന്നുമല്ല, പഴം തുണി എന്ന് വെച്ചാൽ പഴയ തുണി തന്നെ. അത് പിഞ്ചി പോകാറായിക്കഴിഞ്ഞു. അങ്ങനെ ഒരു സാധനം പഴകി പഴകി തൊട്ടാൽ കീറും. അങ്ങനെ ഒരു സാധനമാണ് കയ്യിൽ കിട്ടിയത്. അങ്ങനെ ഒരെണ്ണം കൊടുത്തിരിക്കുന്നു. കന്ധാ പുനസ്താദൃശീ. എന്തെങ്കിലും ഒരു മേൽവസ്ത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ പഴക്കം ചെന്നതാണ്. ഇനി ഇതിലധികം നിങ്ങൾക്ക് എന്താ ചിന്തിക്കാൻ പറ്റുക? പുതിയതല്ല, പട്ടല്ല, മല്ലല്ല, ഒന്നുമല്ല, ടെറിക്കോട്ടറൊന്നുമല്ല. കിട്ടിയിട്ടുള്ളത് ഈ സാധനമാണ്. നൈശ്ചിന്യം. മനസ്സിൽ ഒരലട്ടും ഇല്ല, ഒരു ചിന്തയില്ല. കയ്യിലുള്ളത് ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് സൂക്ഷിക്കാനായിട്ട് എന്ത് വേണം? ഒരാളും കൊണ്ടുപോവില്ല. ഉണ്ടെങ്കിൽ തരികയേ ഉള്ളൂ. ഓ, അങ്ങനെ ഒരു പഴയ സാധനം നമ്മുടെ വീട്ടിലുണ്ട്, സ്ഥലം മുടക്കി, എന്നാൽ അങ്ങോർക്ക് കൊടുത്തു കളയാമെന്ന് വിചാരിക്കുകയുള്ളൂ. അപ്പോൾ അതാരും കെട്ടുകൊണ്ട് പോവില്ല, അത് സൂക്ഷിക്കാനുള്ള വിഷമവുമില്ല. നൈശ്ചിന്യം. അപ്പോൾ മനസ്സ് നിശ്ചിന്തമാവണം. എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുക? ഒരാവശ്യവുമില്ല, ഒരാഗ്രഹവുമില്ല, ഒരു തരത്തിലുള്ള പ്രതീക്ഷയില്ല. നിരപേക്ഷ ഭൈക്ഷമശനം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരപേക്ഷയുമില്ലാതെ എന്തെങ്കിലും ഭിക്ഷ ചോദിച്ചാൽ കിട്ടിയിട്ടുള്ള സാധനമുണ്ടല്ലോ, അതാണ് ഭക്ഷണം. ഭൈക്ഷം, നിരപേക്ഷം, അശനം. എന്ത് നിരപേക്ഷയോടുകൂടി കിട്ടിയിട്ടുള്ള ഭൈക്ഷം, ഭിക്ഷാന്നമുണ്ടല്ലോ, അത് കഴിക്കും. നിദ്രാശ്മശാനേ വനേ. കിടന്നുറങ്ങുന്നത് ആരുമില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന ശ്മശാനത്തിലോ അല്ല വനത്തിലോ. സ്വാതന്ത്ര്യേണ നിരങ്കുശം വിഹരണം. ഒരു തരത്തിലുള്ള ബാധയുമില്ലാതെ സ്വതന്ത്രമായിട്ടുള്ള വിഹരണമാണ്. ഈ ലോകത്തിൽ വിഹരിക്കുക, സഞ്ചരിക്കുകയല്ല. എവിടെ നോക്കിയാലും സാധാരണ കളിക്കണത് എങ്ങനെയാണ്? സന്തോഷത്തിനാണ് കളിക്കുക, നല്ല മനസ്സോട് കൂടിയിട്ടാണ് കളിക്കുക. വെറി പിടിച്ച് കളിക്കാൻ ആർക്കും സാധിക്കില്ല. അതേപോലെ വിഹരണം, വിഹാരമാണ്. സ്വാന്തം പ്രശാന്തം സദാ. സ്വാന്തം, തൻ്റെ ഉള്ളുണ്ടല്ലോ, എപ്പോഴും പ്രശാന്തമാണ്. സ്വാന്തം പ്രശാന്തം സദാ. സ്ഥൈര്യം യോഗമഹോത്സവേ വിജയതി ത്രൈലോക്യരാജ്യേന കിം. യോഗമഹോത്സവത്തിൽ പോലും ധൈര്യം, സ്ഥൈര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ യോഗമഹോത്സവേ വിജയതി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഉള്ളിൽ നടക്കുന്ന യോഗം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? ഒന്ന് മറ്റൊന്നോട് കൂടി ചേർന്ന് രണ്ടില്ലാതെയായി ഒന്നാവുന്നതാണ്. അങ്ങനെ ഒരു യോഗം നമ്മുടെ ഉള്ളിൽ മാത്രമേ നടക്കുള്ളൂ. ഉള്ളിൽ എങ്ങനെയാണ് ഇതിനെ യോഗം എന്ന് പറയുന്നത്? നമ്മുടെ ചിന്തകൾ, മനോവൃത്തികൾ, ബുദ്ധിവൃത്തികൾ. ഈ ബുദ്ധിവൃത്തികളെല്ലാം എന്ത് ഉപാദാനത്തിൽ നിന്നാണോ ഈ ചിത്തവൃത്തികളും ബുദ്ധിവൃത്തികളും ഒക്കെ പുറപ്പെടുന്നത്, അവിടെ തന്നെ ലയിച്ചു ചേരുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചിന്തകൾ ചിന്തിക്കുന്ന വസ്തുവിൽ അലിഞ്ഞു ചേരണം. ചിന്തകൻ ചിന്തിക്കുന്ന വസ്തുവായിത്തീരണം. അപ്പോൾ ചിന്തകൻ ഉണ്ടാവില്ല, ചിന്തയുണ്ടാവില്ല, ചിന്തനവും ഉണ്ടാവില്ല. ഇതൊന്നുമല്ലാതെ എല്ലാമായി തീർന്ന ഒന്നായിട്ടുള്ള ഒരു വസ്തു മാത്രമേ ഉണ്ടാവുള്ളൂ.
ആ യോഗം നമ്മുടെ കയ്യിൽ കിട്ടി എന്നുണ്ടെങ്കിൽ എത്ര വിശേഷമായിരിക്കും. അതിൽ സ്ഥൈര്യം യതി ത്രൈലോക്യരാജ്യേന കിം, അങ്ങനെ ഒരു യോഗമഹോത്സവ സ്ഥൈര്യം നമുക്ക് കിട്ടി എന്നുണ്ടെങ്കിൽ പിന്നെ 3 ലോകത്തിൻ്റെ ആധിപത്യം കിട്ടിയിട്ടും കാര്യമില്ല. മനസ്സതിനെ അഭിലഷിക്കില്ല, അതിൻ്റെ ആവശ്യമില്ല എന്ന്. അപ്പോൾ നമുക്ക് കിട്ടാനുള്ളത് നമ്മുടെ ഉള്ളിലാണ്. അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഒരു സാധനവും നമുക്ക് ആവശ്യമില്ല. ആഗ്രഹം വേണ്ട, ദ്രവ്യങ്ങൾ വേണ്ട, പുറമേ നിന്നുള്ള ഒരു ഘടകങ്ങളും നമുക്ക് ആവശ്യമില്ല. ആരുടെ ആനുകൂല്യങ്ങളും വേണ്ട, പ്രാതികൂല്യങ്ങൾക്ക് വിലയുമില്ല. അങ്ങനെയുള്ള ഒരു വിശേഷപ്പെട്ട നില നമുക്ക് കൈവരണം. കൗപീനം ശതഖണ്ഡജർജരതരം കന്ധാ പുനസ്താദൃശീ നൈശ്ചിന്യം നിരപേക്ഷഭൈക്ഷമശനം നിദ്രാശ്മശാനേ വനേ സ്വാതന്ത്രേണ നിരങ്കുശം വിഹരണം സ്വാന്തം പ്രശാന്തം സദാ സ്ഥൈര്യം യോഗമഹോത്സവേ വിജയതി ത്രൈലോക്യരാജ്യേന കിം ത്രൈലോക്യരാജ്യേന കിം. ഇതിപ്പോൾ ഞാൻ ജീവൻ മുക്തൻ്റെ ലക്ഷണം മോക്ഷം എന്ന് പറഞ്ഞല്ലോ. ദൈവീ സമ്പദ് വിമോക്ഷായ, ദൈവസമ്പത്ത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. എന്താണ് ആ മോക്ഷം എന്നുള്ളത് അറിയണം. അത് അനുഭവിച്ചവൻ ജീവൻ മുക്തനായി. ആ ജീവൻ മുക്തൻ്റെ ലക്ഷണം എന്തൊക്കെയാണ്, എങ്ങനെയാണ് ജീവിക്കുക എന്നൊന്ന് നമ്മുടെ പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടാണ് പല ഭാഗത്തിൽ നിന്നും വിവേക ചൂടാമണി, ജീവൻ മുക്താനന്ദ ലഹരി, ഇങ്ങനെ പലതിൽ നിന്നും എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയത്. ഇനി നമുക്ക് ഭഗവത്ഗീതയിലെ 6-ാമത്തെ ശ്ലോകം പോവാ. 16-ാം അധ്യായം. ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശ പ്രോക്തഃ ആസുരം പാർത്ഥമേ ശൃണു. ദൈവീ സമ്പത്തിൽ നിന്നാണല്ലോ മോക്ഷം കിട്ടുക. അതല്ലാത്തതാണ് ആസുര സമ്പത്ത്. ആ ആസുര സമ്പത്ത് എങ്ങനത്തതാണ്, അതിൽ നിന്ന് എന്തെല്ലാമാണ് വരിക എന്നുള്ളതാണ് ഇനി വിവരിക്കുന്നത്. ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ, അസ്മിൻ ലോകേ, ഈ ലോകത്തിൽ ഭൂതസർഗങ്ങൾ 2 എണ്ണമാണ്. ദൈവ ആസുര ഏവച, ദൈവഭൂതങ്ങളുമുണ്ട് ആസുരഭൂതങ്ങളുമുണ്ട്. ദൈവോ വിസ്തരശ പ്രോക്ത, ദൈവസമ്പത്തുള്ള എന്താണെന്ന് ഞാൻ വളരെ വിസ്തരിച്ച് പറഞ്ഞു തന്നു അർജുന. ആസുരം പാർത്ഥമേശ്വം, ഞാൻ ഇനി ആസുര സമ്പത്തുകളെയാണ് വിവരിക്കാൻ പോകുന്നത്, അത് വേണ്ടതുപോലെ കേട്ടോളൂ എന്ന്. അപ്പോൾ ഇവിടെ കൂടുതൽ ശ്ലോകങ്ങൾ പറഞ്ഞിട്ടുള്ളതും വിവരിച്ചിട്ടുള്ളതും ആസുര സമ്പത്തിനെ ചൊല്ലിയ, ചുരുക്കേ ഉള്ളൂ അതപേക്ഷിച്ച് ദൈവസമ്പത്തിനെ വിവരിച്ചിട്ടുള്ളത്. ഇവിടെ കൃഷ്ണൻ പറയണത് ദൈവോ വിസ്തരശ പ്രോക്ത എന്നാണ്. ഞാൻ ദൈവസമ്പത്തിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു എന്ന്. നിങ്ങളുടെ ഭൂമാനന്ദ സ്വാമി വിസ്തരിച്ച് പറഞ്ഞു. എത്ര ശ്ലോകങ്ങളെടുത്ത് എവിടെ നിന്നൊക്കെ ഉദ്ധരിച്ച് ദൈവസമ്പത്തിൻ്റെ പരിണത ഫലം എന്താണെന്ന്, വിശേഷപ്പെട്ട നേട്ടം എന്താണെന്ന് പറയുണ്ടായി. ഇനി ഞാൻ വിവരിക്കാൻ പോകുന്നത് ആസുര സമ്പത്തിനെയാണെന്ന്. ഞാൻ മുമ്പും പറയുണ്ടായി, ജീവിതം എന്ന് പറയുന്നത് വിവേചനത്തിൻ്റെ ഒരു ഉദ്ഗതിയാണ്. നമ്മൾ തിരിച്ചറിഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. എന്തിനാ ഈ പലതും എന്ന് ചോദിച്ചാൽ, മനുഷ്യൻ്റെ മനസ്സിലും ബുദ്ധിയിലും വിവേചനം ഉണ്ടാവാൻ. ഒരു സാധനം ഉണ്ടെങ്കിൽ വിവേചനത്തിന് വഴിയുണ്ടാവില്ല. ചുരുങ്ങിയത് 2ഓ 2-ലധികമോ വേണം. അപ്പോഴേ ഇതിൽ ഏതാ നല്ലത്, ഏതാ അങ്ങനെ അല്ലാത്തതെന്ന് ചിന്തിക്കുള്ളൂ. ആ ചിന്തിക്കാൻ വക നൽകുന്നതാണ് ഈ നാനാത്വം. അങ്ങനെ ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ. അപ്പോൾ ഈ ലോകത്തിനെ എല്ലാം കൂടി കൂട്ടിപ്പിടിച്ചൊരാകത്തുക എടുത്താൽ ആ ആകത്തുകയുടെ ഉള്ളിൽ 2 വിഭാഗമാണ്. ഒന്ന് ദൈവസമ്പത്തുള്ളത്, പിന്നെ ഒന്നോ ആസുര സമ്പത്തുള്ളത്. ദൈവം ആസുരം എന്ന് 2ആയിട്ട് തിരിക്കാം. ധർമ്മം അധർമ്മം, നന്മ തിന്മ, ഗുണം ദോഷം, നല്ലത് ചീത്ത, ഉയർച്ച താഴ്ച, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ദ്വന്ദ്വങ്ങളാണ് ഒരു നിലയ്ക്ക്. ആ ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണ് ഈ ലോകത്തിൽ. ദൈവാസുര പ്രകൃതങ്ങൾ ലോകത്തിൻ്റെ ഘടനയിൽപ്പെട്ടതാണ്. എന്തിനാ ദൈവം, എന്തിനാ ആസുരം എന്ന് നിങ്ങൾ ചോദിക്കരുത്. ഒറ്റയ്ക്ക് ഒരു തരത്തിലും നമുക്ക് വ്യവഹരിക്കാൻ പറ്റിയ തരത്തിലുള്ള അസ്തിത്വം ഉണ്ടാവില്ല. വ്യവഹരിക്കാൻ പറ്റുന്ന അസ്തിത്വമാണെങ്കിൽ അത് ഒന്നിലധികമാകണം, നാനാത്വം വേണം. നാനാത്വം എന്ന് പറഞ്ഞാലോ, അതിൽ ഒരു ഭാഗം നല്ലത് ആശാസ്യം, പിന്നെ ഒന്ന് അനാശാസ്യം, നല്ലതല്ലാത്തതാകും. അപ്പോൾ ഇത് 2ഉം കൂടിയതാണ് ലോകം എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണം. ഈ ആസുരത്വത്തെക്കുറിച്ച്
കൂടുതൽ പറയണത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്നതിൽ കൂടുതലും ആസുര പ്രകൃതങ്ങളാവും. നല്ലത് എപ്പോഴും കുറവാണല്ലോ, സ്വർണം കുറവാണല്ലോ, പ്ലാറ്റിനം കുറവാണല്ലോ. അപ്പോൾ ഈ ആസുര സമ്പത്ത് ഇന്നതാണെന്ന് മനസ്സിലാക്കിയാൽ അത് നമ്മുടെ അടുത്ത് വരാതെയും അതിനെ അകറ്റി നിർത്താനും അത് ഉൾക്കൊള്ളാതിരിക്കാനും നമുക്ക് ശ്രദ്ധ വയ്ക്കാം. ആർക്കൊക്കെയാണ് ആസുര സമ്പത്തുള്ളത് എന്ന് പറഞ്ഞ ആൾക്കാരെ തരംതിരിച്ച് പിടിക്കാനല്ല നമ്മുടെ ഉദ്ദേശം. ആസുര സമ്പത്തിൻ്റെ പ്രകടനം എവിടെയെല്ലാം ഉണ്ടോ അത് കണ്ട് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് അകന്നു കഴിയുക, ദൂരെ നിൽക്കുക. നല്ലതുണ്ടാവാൻ ഒരു പക്ഷേ വിഷമായാലും പൊല്ലാത്തത് ഇല്ലാതെയാക്കിക്കൂടെ നമ്മളുടെ മനസ്സിൽ. ചെറുപ്പം മുതൽക്കേ നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് നല്ലതെന്താ ചീത്ത എന്താണ്. അപ്പം അവർ മുതിർന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പറഞ്ഞിട്ടുള്ളതായ അരുത് അല്ലെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് അവർക്ക് തോന്നുന്നത് എന്താ, എനിക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇനി അച്ഛൻ പറയില്ല അമ്മ പറയില്ല, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതാ സ്വീകരിച്ചു. അതാദ്യം സ്വീകരിക്കുന്നത് പൊല്ലാത്തതാണ്. ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണെന്ന് മനസ്സിലാക്കിക്കോളും. അവിടെ ഞങ്ങളുടെ ആ കുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതെ ഞാൻ ചെയ്തത് ശരിയല്ല, അച്ഛനമ്മമാർ എനിക്ക് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നതാണ് മോശം ഇന്നതാണ് നല്ലതെന്ന്. ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പൊല്ലാത്തതിലേക്ക് ആദ്യം പോയത്, അത് ശരിയല്ല. ഇപ്പം എനിക്ക് കുറച്ച് വിവേകം വന്നു, ഒരു ഇരുത്തം വന്നു, അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കി ഞാൻ നന്നാവാൻ ഇഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ അവർക്ക് വരേണ്ടതാണ്. അപ്പോഴാണ് വരാറുള്ളത്. ഞാൻ എപ്പോഴും പറയും, ഒരു 50 കുട്ടികളെ നിങ്ങൾ ചെറുപ്പം മുതൽക്ക് നല്ല മാർഗം മാത്രം പഠിപ്പിച്ച് കൊണ്ടുവരൂ. അവർ മുതിർന്നു എന്നുണ്ടെങ്കിൽ ആ 50 പേരും നന്മയിൽ നിൽക്കുന്ന നിങ്ങൾ വിചാരിക്കണേ, ഒരിക്കലും സംഭവിക്കില്ല ഈ ലോകത്തിൽ. ആ 50 പേരും അങ്ങോട്ട് പ്രായപൂർത്തി വന്നങ്ങോട്ട് ലോകത്തിൽ ജീവിക്കാൻ പുറപ്പെടുമ്പോൾ തൻ്റെ അഭീഷ്ടം, തൻ്റെ മാർഗം, തൻ്റെ നിശ്ചയം, തൻ്റെ പോക്ക് അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും മറിച്ചാവും. ഇനി എങ്ങാനും ആ 50-ൽ ഒരു 50 കുട്ടികൾ നല്ല മാർഗത്തിൽ നടന്നാൽ അത് വളരെ അതിശയം എന്നേ പറയാൻ പറ്റും. അതിശയം. ഒരാൾക്കും ആ ഭ്രമം വേണ്ട. എന്നാൽ പിന്നെ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, ഈ കുട്ടികളെ വഴിതെറ്റി കുറച്ച് പ്രായപൂർത്തി വരുമ്പോൾ നടക്കുമല്ലോ. നടന്നു കഴിഞ്ഞാൽ അവർക്ക് നന്നാവണം എന്ന് തോന്നുമ്പോൾ പഴയ ഒരു സ്റ്റോക്ക് അവരുടെ കയ്യിലുണ്ടാവും. അതിൻ്റെ ഒരു സ്റ്റോക്ക് കയ്യിലുണ്ടെങ്കിൽ അത് നല്ലതാണല്ലോ. കുറച്ച് കയ്യിൽ പണം വെച്ചുകൊണ്ടൊരു കച്ചവടം തുടങ്ങാൻ പുറപ്പെടുമ്പോൾ ആ കച്ചവടം നന്നാവാൻ സാധ്യതയുണ്ട്. ഒന്നുമില്ലാതെ കടം മേടിച്ചും കഷ്ടപ്പെട്ടും മുതൽ വേണ്ടത്ര ഇല്ലാതെ കച്ചവടം തുടങ്ങിയാൽ ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്മാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ലോകത്തിനെ വിവരിച്ചു തരികയാണ് കൃഷ്ണൻ. ലോകം എങ്ങനെയാണ്, ലോകത്തിൻ്റെ ഘടന എങ്ങനെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളും. അതിൽ ഈ ആസുരക്കാരാവും കൂടുതൽ. അപ്പോൾ ആസുര സമ്പത്ത് എങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് എന്ന് നല്ല പോലെ വിവരിക്കുന്നുണ്ട്. ആ വിവരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ, അത് തിരിച്ചറിഞ്ഞ് നമ്മളിൽ പ്രവേശിക്കാതെ നോക്കുക, ഉണ്ടെങ്കിൽ അത് ഉന്മൂലനം ചെയ്യുക. അതാണ് ആവശ്യം. ഇതെല്ലാം ഒഴിവാക്കി മനസ്സ് ശുദ്ധമാവണം എന്നാണ് നമ്മുടെ ആവശ്യം. ഇവിടെ ആസുരം പാർത്ഥമേ ശൃണു ദൈവോ വിസ്തരശഃ പ്രോക്തഃ. ദൈവം ഞാൻ വിസ്തരിച്ച് പറഞ്ഞു, ആസുരം പറയാൻ പോണത് കേൾക്കൂ എന്നാണ് പറയുന്നത്. ഈ ആസുരം എന്ന വാക്കിന് അർത്ഥം എന്താ? ഇതിന് മുമ്പ് പറയുണ്ടായി രാക്ഷസ മോഹന പ്രകൃതികളെക്കുറിച്ച് പറയുണ്ടായി. രാക്ഷസമുണ്ട്, മോഹനമുണ്ട്, ആസുരവുമുണ്ട്. ഈ ആസുരത്തിൽ രാക്ഷസവും മോഹനവും രണ്ടും പെടും. അതിൽ ഈ മോഹനം അല്ലെങ്കിൽ മോഹിനി എന്ന് പറയുന്നത് എന്താ? ശാസ്ത്രാർത്ഥ ജ്ഞാന ഭ്രംശഹേതു. ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളും ജ്ഞാനവുമുണ്ട്. കുറച്ചൊക്കെ അത് കേട്ടിട്ടുണ്ട് ചെറുപ്പം മുതൽക്ക്, എന്നാലും അത് ഭ്രംശിച്ചു. നമ്മുടെ രാവണനുണ്ടല്ലോ, രാവണൻ പറയാണ്, ശ്രീരാമൻ ചെന്ന അവസാനം വീണപ്പോൾ ചോദിച്ചു, അങ്ങ് മഹാചക്രവർത്തിയായിരുന്നു, പലതും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും എനിക്ക് ഒരു നല്ല ഉപദേശം തരാനുണ്ടോ എന്ന് ശ്രീരാമൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ രാവണൻ പറയുക, എനിക്ക് പറയാനുണ്ട്. എന്താണെന്നറിയോ, ഞാൻ വേദങ്ങളൊക്കെ നല്ലപോലെ അറിഞ്ഞവനായിരുന്നു, വേദകർമ്മങ്ങളും വൈദിക ജീവിതവും ഒക്കെ ചെയ്യുന്നവനാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണെങ്കിലും ഞാൻ ഈ നല്ല കാര്യം വരുമ്പോൾ അത് നീട്ടിക്കൊണ്ടുപോയി പൊല്ലാത്തതിനെ പിടിച്ചുകൊണ്ടിരുന്നു. ഇത് അറിവില്ലാത്തത് കൊണ്ടല്ല, അങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ടാണ്. അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി എന്തായി, ഈ ഗതി വന്നു. ഇപ്പോൾ
സീതയെ അപഹരിച്ചു, മാരീചനെ പറഞ്ഞയച്ചു, അങ്ങയോട് യുദ്ധം ചെയ്യേണ്ടി വന്നു, അങ്ങുതാ ഓപ്പൺ വാറിൽ എന്നെ തോൽപ്പിച്ച് ഇവിടെ ഇട്ടിരിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ എൻ്റെ പേരിൽ വന്നിട്ടുള്ള ഒരു പിഴവാണ്. നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുന്നത് നീട്ടി നീട്ടി കൊണ്ടുപോയി. അതുകൊണ്ട് രാമ, എനിക്ക് പറയാനുള്ളത് ശുഭസ്യ ശീഘ്രം എന്നാണ്. എന്ത് നല്ലത് ചെയ്യാൻ പുറപ്പെട്ടോ അത്. ഇപ്പോൾ ചിലർ പറയും അല്പം യോഗാസനം എടുക്കൂ, വളരെ നല്ലതാണ്, എടുക്കണം എടുക്കണം എടുക്കണം, വേണം. ആ വേണം വേണമെന്ന് പറയല്ലാണ്ട് തുടങ്ങില്ല. പ്രതിദിനം കുറേ എക്സസൈസ് എടുക്കൂ, വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കുക, പോരാ. ആ ചെയ്യാം ചെയ്യാം ചെയ്യാം, ഈ ചെയ്യാൻ തന്നെയാണ്, നടക്കണില്ല. അപ്പോൾ നല്ലത് ചെയ്യാൻ പുറപ്പെടുമ്പോൾ, ആശാസ്യമോ ആവശ്യമോ ആയിട്ടുള്ളത് ചെയ്യാൻ പുറപ്പെടുമ്പോൾ അതിനെ നീട്ടിക്കൊണ്ടുപോകരുത്. ഇനി നീട്ടാവുന്നത് എന്താ? അശുഭസ്യ കാലഹരണം. ആരെങ്കിലും ഒന്ന് ചീത്ത പറയണമെന്ന് തോന്നി, അല്ലെങ്കിൽ എന്തോ, അത് നീട്ടിക്കൊണ്ടുപോകുക. നല്ലത് ചെയ്യാൻ പുറപ്പെട്ടാൽ പെട്ടെന്ന് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രാവണൻ ഒന്നും അറിയാത്ത ആളല്ല, എല്ലാം അറിയുന്ന ആളായിരുന്നു. എന്നിട്ടും അതെന്താ? അതാണ് ഇവിടെ പറയുന്നത്, ശാസ്ത്രാർത്ഥ ജ്ഞാന ഭ്രംശഹേതുവും. ശാസ്ത്രങ്ങളുണ്ട്, ആ ശാസ്ത്രങ്ങളുടെ അർത്ഥവും അറിവും ഒക്കെ നമുക്കുണ്ട്. അതിൽ നിന്ന് മനസ്സ് അങ്ങോട്ട് ഭ്രംശിച്ചു, വ്യതിചലിക്കണു. അങ്ങനെയാണ് മോഹനപ്രകൃതി എന്നുള്ളത്. മോഹനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോഹത്തിന് വിധേയമായി ശരിയായത് വിട്ടുകളഞ്ഞ് ജീവിക്കുകയാണ്. ഇപ്പോൾ മദ്യപിച്ചപ്പോൾ എന്തായി? സ്മരണ പോയി, അറിവ് പോയി, എന്നിട്ട് എന്തോ മാതിരി ഇങ്ങനെ നടക്കുക, അന്ധരായിട്ട്. അതേമാതിരിയുള്ളത്. ഇനി രാക്ഷസപ്രകൃതി എന്താന്ന് പറഞ്ഞാൽ അവിഹിത ഹിംസാഹേതു ദ്വേഷപ്രധാന. ശരിയല്ലാത്ത ഹിംസകളൊക്കെ ചെയ്യുക. അവനവൻ്റെ മനസ്സിലുള്ള ദ്വേഷം, ശത്രുത, അതാണ് ഇതിന് കാരണം. അപ്പോൾ തൻ്റെ മനസ്സിലുള്ള ദ്വേഷത്തെയും അതിൻ്റെ ആധിക്യത്തെയും കണക്കിലെടുത്തുകൊണ്ട് അത് ശരിയോ തെറ്റോ എന്ന് ചിന്തിക്കാതെ ദ്വേഷത്തിനെ മാത്രം പ്രകടമാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പ്രകൃതം രാക്ഷസപ്രകൃതം. ആസുരപ്രകൃതം എന്ന് പറയുന്നത് എന്താ? ശാസ്ത്രജ്ഞാനമേ ഇല്ല. അതില്ലാത്തതിനാൽ രാഗപ്രധാന, മനസ്സിൽ പല വിധത്തിലുള്ള ആശയും ആഗ്രഹവും ഒക്കെ പൊട്ടിമുളയ്ക്കുക. അങ്ങനെ വരുന്നതാണ് ആസുരപ്രകൃതി. ഇതിനെല്ലാറ്റിനും മൂല കാരണം ആഗ്രഹമാണ്. അപ്പോൾ ആസുരപ്രകൃതിയിൽ പെടുന്നതാണ് രാക്ഷസം, മോഹനം എന്ന് പറയുന്ന രണ്ടും. അപ്പോൾ ആസുരത്തിനെ പറ്റി കൃഷ്ണൻ നല്ല പോലെ വിവരിക്കുമ്പോൾ അതിൽ ബാക്കിയെല്ലാം ഉൾപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താ കൃഷ്ണൻ്റെ തുടക്കം? 7-ാം ശ്ലോകത്തിലാണ് തുടങ്ങുന്നത്. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഃ ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാ ന വിദുരാസുരാഃ ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. ഞാൻ എന്താ പറയുക? ഇന്നിപ്പോൾ പലരും എന്നോട് പറയുന്നതാ, ഞങ്ങൾ എന്തൊക്കെ ചെയ്തു വന്നു ചെറുപ്പകാലത്ത്, അതൊന്നും ഞങ്ങളുടെ കുട്ടികൾ ചെയ്യാനൊരുക്കില്ല. അവർക്കിപ്പോൾ ആവശ്യം വേറെ എന്തൊക്കെയാണ്, നമ്മൾ പറഞ്ഞാൽ ഒന്നും കേൾക്കാനൊരുക്കില്ല. അങ്ങനെ ഒരു നിലയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനെന്താ കാരണം? പത്രങ്ങളിലൂടെ, പരസ്യങ്ങളിലൂടെ, റേഡിയോയിലൂടെ, ദൂരദർശനിലൂടെ എന്തൊക്കെയാണ് നമ്മൾ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നത്. അതിലൂടെയാണല്ലോ അവർ വളരുക. അവർ വായിക്കുന്ന സാഹിത്യം, അവർ കേൾക്കുന്നത്, അവർ കാണുന്നത്. അപ്പോൾ ഇതിനെ കേന്ദ്രീകരിച്ച് നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രജകളിൽ ഏത് തരം സ്വാധീനമാണ് ചെലുത്തേണ്ടത്, ഏത് ചെലുത്തിയാലാണ് നല്ലത്. ആ പഠനമാണല്ലോ കൃഷ്ണൻ ഇവിടെ നടത്തുന്നത്. കാര്യം കുരുക്ഷേത്രത്തിലുള്ള യുദ്ധമാണ് രംഗം. അർജുനോട് മാത്രമായി സംസാരിക്കുന്നതാണ് ഭാഗം. അതിൽ ലോകത്തിനെ മുഴുവൻ ഉൾക്കൊള്ളിച്ച് എക്കാലത്തും വേണ്ടത്, എക്കാലത്തും അനിവാര്യം, അവശ്യം, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് വളരെയധികം പ്രസക്തമാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു യുദ്ധസന്ദേശമാണ്. ആ യുദ്ധസന്ദേശം മനുഷ്യരും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടം ഇവിടെ ഉണ്ടാവാൻ എന്താ കാരണം? ദുര്യോധനൻ മുതലായവരുടെ ആസുര പ്രകൃതിയാണ് അതിന് കാരണം. യുധിഷ്ഠിരൻ മുതലായവരുടെ ദൈവപ്രകൃതിയും അതാണല്ലോ അതിന് കാരണം. അപ്പോൾ അത് എന്താ ഇങ്ങനെ വരണത് എന്നുള്ളത് ആലോചിക്കണം. അത് രണ്ടും മൂത്ത് എന്തായി? ദൈവവും ആസുരവും തമ്മിലുള്ള ഒരു സംഘട്ടനമാണ് അവിടെ നടക്കുന്നത്.
ആ സംഘട്ടനത്തിൽ എന്താ അതിന് കാരണം ആലോചിക്കാണ്ടേ? പ്രവൃത്തിം ച നിവൃത്തിം ച ജനാ ന വിദുരാസുരാഹ. ആസുരപ്രകൃതമുള്ളവർ പ്രവൃത്തി എന്താ നിവൃത്തി എന്താന്ന് മനസ്സിലാക്കണില്ല എന്ന്. എന്താ ഈ പ്രവൃത്തി? ഇന്ദ്രിയങ്ങളോടുകൂടി ലോകവസ്തുക്കളെ കണ്ട് അതുമായി സമ്പർക്കം പുലർത്തി അതിൽ രസിക്കാനും സന്തോഷിക്കാനും അങ്ങനെ മകിഴ്ന്നിരിക്കാനും മാത്രം പറയുന്നതാണ് പ്രവൃത്തി. നിവൃത്തി എന്ന് പറയണതോ, നമുക്ക് ഇന്ദ്രിയങ്ങളുണ്ട്, ഇന്ദ്രിയങ്ങൾ വ്യാപരിക്കണം. പക്ഷേ ഈ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കുന്നത് മനസ്സാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഇന്ദ്രിയങ്ങളല്ല അനുഭവിക്കുന്നത്, മനസ്സിലാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് പോലും പ്രേരണ നൽകി ഇന്ദ്രിയാനുഭവങ്ങളെ ക്രോഡീകരിച്ചെടുത്ത് അറിവും അനുഭവവും സ്മരണയുമാക്കി തീർക്കുന്ന മനസ്സിനെ ആധാരമാക്കി വേണം ഞാൻ ചിന്തിക്കാൻ. അതുകൊണ്ട് കുറേയൊക്കെ പുറമേ ഉള്ളത് നിർത്തി ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എന്ന് വിചാരിക്കുന്നതാണ് നിവൃത്തി മാർഗം. ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ട് എന്നവർ മനസ്സിലാക്കണില്ല. പ്രവൃത്തിയും അറിയില്ല, നിവൃത്തിയും അറിയില്ല. പിന്നെ എന്താ? കാട്ടുമൃഗങ്ങളെ പോലെ കാട്ടുപോത്തിനെ പോലെ അങ്ങോട്ട് ജീവിക്കുക. കണ്ടതൊക്കെ കേട്ടതൊക്കെ അവിടെ ആലോചന ബുദ്ധിയില്ല എന്ന്, സ്വയം ആത്മനിയന്ത്രണവുമില്ല. ജനാന വിദുരാസുരാഹ. അതുമാത്രമല്ല, ന ശൗചം നാഭിചാചാരോ, ന ശൗചം നാഭിചാചാരോ. വൃത്തി വെടുപ്പ്. കാലത്ത് എപ്പോഴാണ് എണീക്കുക? 7 മണി 7:30 മണി 8 മണിക്ക് എണീക്കും. അതുവരെ കിടന്നുറങ്ങും. ഇപ്പം ചിലരിവിടെ വരുമ്പോൾ പറയുകയാണ്, വീട്ടിൽ ചില ആൾക്കാരൊക്കെ പുതിയതായിട്ട് കല്യാണം കഴിച്ച് വന്നവരും കൊടുത്തവരും ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എണീക്കണത് വളരെ വൈകിട്ടാണ് 7:30. ആ സമയത്ത് വീട്ടിലുള്ളവർ ആരെങ്കിലും കാപ്പിയോ ചായയോ കൊടുത്താൽ ഒരു വാക്ക് പറയാതെയും ചിന്തിക്കാതെയും ബുക്ക് 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 കുടിക്കുന്നുണ്ട്. കാപ്പി നായ കുടിക്കണമായി. ഞാൻ ചെറുപ്പമാണ്, നേരത്തെ എണീക്കണം, വയസ്സായവരെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു വിചാരമല്ല. വയസ്സായവർ എന്ത് ചെയ്താലും അതിനൊന്നും ഒരു നാണോ ഒരു വിഷമമൊന്നുമില്ല. അങ്ങനെയുള്ള കൂട്ടർ എന്താ ചെയ്യുക? ന ശൗചം നാഭിചാചാരോ. വൃത്തിയില്ല, വെടുപ്പില്ല. നേരത്തെ എണീറ്റ് ആദ്യം പല്ല് തേച്ച് കുളിക്കുക. അതെങ്കിലും നമ്മൾ മിനിമം വേണമല്ലോ. പല്ല് തേച്ച് കുളിക്കുക. പല്ല് തേച്ചിട്ട് വേണം ഉറങ്ങാനും. പല്ല് തേച്ച് കുളിക്കുക, കുളിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. സൂര്യൻ ഉദിച്ചു, എല്ലാ ദിക്കും പ്രകാശമായി. എന്നിട്ട് എണീക്കാൻ പുറപ്പെടുമ്പോൾ നാണം തോന്നണം. നമുക്ക് നാണം തോന്നണം. ഇനിയിപ്പോൾ നൈറ്റ് വർക്ക് ഉള്ളവരൊക്കെ കുറച്ച് മാറ്റം വരുത്തിക്കോട്ടെ, അതിനെനിക്ക് വിരോധമില്ല. സാധാരണ പകൽ ജോലിക്ക് പോയി വൈകുന്നേരം ആകുമ്പോഴേക്കും മടങ്ങി വരിക, അല്ലെങ്കിൽ രാത്രി ആയാലും മടങ്ങി വന്നിട്ടുള്ള ആൾക്കാരെ കാലത്ത് എണീക്കണത് ഒരു നിർബന്ധമാക്കണം. അല്ലെങ്കിൽ അതിന് പ്രത്യേക കാരണം ഉണ്ടാവണം. എത്ര നേരം നമ്മൾ കിടന്നുറങ്ങും? ഒരു 6 or 7 മണിക്കൂർ. 8 മണിക്കൂർ ഉറക്കം ആവശ്യമില്ല. 7 മണിക്കൂർ പരമാവധി കിടന്നുറങ്ങാം. ആ 7 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ 17 മണിക്കൂറുണ്ട് പ്രതിദിനം നമ്മുടെ കയ്യിൽ. ആ 17 മണിക്കൂറിൽ എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൂടെ? അപ്പോൾ ആചാരം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും അഹങ്കാരത്തിനും ഈ വ്യക്തിത്വത്തിന് നന്മയരുളുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനാണ് നല്ല ആചാരം എന്ന് പറയുക. ഇപ്പം നമുക്ക് കയ്യിൽ കിട്ടിയതൊക്കെ വാരിക്കോരി തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഡയബറ്റീസ് എല്ലാവർക്കും ഉണ്ട്. മധുരമാവുക എല്ലാവരും. എവരിബഡി ഈസ് സ്വീറ്റ് നൗ. എല്ലാവരുടെ ഉള്ളിൽ രക്തത്തിൽ വരെ പഞ്ചസാരയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സൂക്ഷിച്ചിരിക്കുക എന്നുള്ളൊരു ആവശ്യമാണല്ലോ. 30-35 വയസ്സാകുമ്പോഴേക്കും സ്പോണ്ടിലോസിസായി. എന്താ കാരണം? എപ്പോഴും ഇങ്ങനെ ഇരുന്ന് ഈ ഇരിപ്പ് തന്നെ. ഞാനടക്കം ഒരു തെറ്റുകാരനാണതിൽ. ഇപ്പം ഞാനൊന്ന് കൈയൊക്കെ ഒന്ന് പൊന്തിച്ച് ഒന്ന് നടന്നൊക്കെ വരാനൊക്കെ നോക്കുകയാണ്. കൈ ഒന്നിങ്ങനെ ഇളക്കുക പിടിച്ച്, അതൊക്കെ ഒരു ആവശ്യമാണേ. എന്താ? കൈ എപ്പോഴും തൂങ്ങി കിടക്കണതാണല്ലോ. അതിനൊന്ന് പൊന്തിച്ച് അതിന് വലിയ റിലീഫാണ്. ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. സത്യം എന്നൊന്നുണ്ട്. നടന്നത് നടന്ന മാതിരി പറയുക, ഉള്ളത് ഉള്ള മാതിരി ഉണർത്തിക്കുക. എന്തെങ്കിലും അഭിലാഷമുണ്ടെങ്കിൽ എന്താണ് അഭിലാഷം എന്ന് ബാക്കിയുള്ളവരോട് പറയുക. അങ്ങനെ വെച്ച് കെട്ടും കളവും ചതിയും മറവും ഒടിവും ഒന്നുമില്ലാതെ വേണ്ടതുപോലെ നേരെ പോ എന്നുള്ള ജീവിതമാണ് സത്യം. ഇന്നിപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻസി എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ട്രാൻസ്പെറൻസ് അത് പറയുന്നത് ഇതാണ്. തുറന്ന് കാണിക്കണം.
എല്ലാം വേണ്ടതുപോലെ റെക്കോർഡ് ചെയ്ത് ശരിക്ക് പറയട്ടെ. അപ്പോൾ കോടതിയിലെങ്കിലും അത് പുറത്തു വരും. സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണത്തിന് അത്യാവശ്യമാണ് ഈ സത്യം. എന്തെങ്കിലും ചർച്ച ചെയ്തോ, ചർച്ച ചെയ്തു. എഴുതി വയ്ക്കൂ, ചർച്ച ചെയ്തു. ആരാണതിനെ എതിർത്തത്, ആരുടെ അഭിപ്രായമാണ് പ്രകാരം, വിപരീത അഭിപ്രായത്തിൻ്റെ കുറിപ്പ്, ഇതെല്ലാം അവിടെ എഴുതി വയ്ക്കണം. അപ്പോഴേ നമുക്ക് പിൽക്കാലത്ത് നോക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഒന്നും ഒളിച്ചു വയ്ക്കരുത്. രാജ്യത്തിൻ്റെ കാര്യങ്ങളാണ് ഭരണകർത്താക്കൾ കൈകാര്യം ചെയ്യുന്നത്. രാജ്യം, പ്രജകളുടെ, അവരുടെ കുടുംബകാര്യമല്ല. അവരുടെ കുടുംബകാര്യത്തിനെ പറ്റി നമ്മൾ മിണ്ടില്ല, അവർ നടന്നോട്ടെ. പക്ഷേ രാജ്യത്തിൻ്റെ കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സത്യസന്ധമായ എല്ലാ എഴുത്തുവെപ്പും ആ തുറന്ന് വെച്ചുകെട്ടില്ലാതെ വെളിപാട് നല്ല പോലെ വേണം. ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. വാ, അവരിൽ സത്യമില്ല തന്നെ. അങ്ങനെ ഒരു കൂട്ടരിവിടെയുണ്ട്. ഇപ്പം ഇന്നത്തെ കാലത്ത് സത്യത്തിന് എന്താ വില സ്വാമിജി, കുറേയൊക്കെ അസത്യം കൊണ്ടല്ലേ നടക്കുള്ളൂ എന്ന് ചോദിക്കുന്നവർ വരെയുണ്ട്. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഹ ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. കൃഷ്ണൻ പറയണത് എന്താ? പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന വിദുരാസുരാഹ ന ശൗചം നാഭിചാചാരോ ന സത്യം തേഷു വിദ്യതേന്ന്. നമ്മളിപ്പോൾ പറയണത് ആരെക്കുറിച്ചാണ്? ആസുരപ്രകൃതിക്കാരെക്കുറിച്ചാണ്. അവരുടെ ലക്ഷണം ഓരോന്നും പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കണം വിചാരം? അങ്ങനെയുള്ള ഒരു നില നമുക്ക് വരരുതെന്ന്. പ്രവൃത്തി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിവൃത്തി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ അധ്യാത്മമായ പ്രതിപാദനം കൊണ്ടേ അത് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശാസ്ത്രത്തിൽ കുറച്ചൊക്കെ ഒരു തുറപ്പ് നമുക്ക് കിട്ടണം. അപ്പം നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ടത് എന്താ? ആസുരവൃത്തിയിൽ പെട്ടുപോകരുത്. നമ്മുടെ കുട്ടികളും പെട്ടുപോകരുത്. അപ്പോൾ വീട്ടിൽ വൃത്തിയും വെടുപ്പും വേണം. വിളക്കൊന്ന് കൊളുത്തുക, കാലത്തും വൈകുന്നേരമൊക്കെ ഒന്ന് വിളക്ക് കൊളുത്തുക, കുളിക്കുക, സന്ധ്യാസമയത്ത് എന്തെങ്കിലും നാമങ്ങൾ ജപിക്കുക, സ്തോത്രങ്ങൾ ജപിക്കുകയൊക്കെ ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, അല്ലെങ്കിൽ ബാക്കി സഹസ്രനാമങ്ങൾ. ഇങ്ങനെയുള്ള ആചാരങ്ങൾ, സദാചാരങ്ങൾക്ക് ഒരു സ്ഥാനം നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആസുരപ്രകൃതിക്കാരായി പോകും. അതാരും ഇഷ്ടപ്പെടില്ലല്ലോ. എല്ലാവർക്കും ദൈവപ്രകൃതി വേണം എന്നാണ് വിചാരം. ന ശൗചം നാഭിചാചാരോ. എന്തായാലും വൃത്തി വേണം. ഉടുക്കുന്ന വസ്ത്രത്തിന്, ദേഹത്തിന്, നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിന്. അതുമാതിരി പിന്നെ ഉള്ളിൽ, മനസ്സിന്, ബുദ്ധിക്ക്, ഹൃദയത്തിന് വൃത്തി എന്നുള്ളതൊരാവശ്യമാണ്. ആചാരം നല്ല, അതാണ് വിശേഷ ദിവസങ്ങൾ ചിലതൊക്കെ നിശ്ചയിക്കുന്നത്. മുപ്പട്ട വെള്ളിയാഴ്ച, മുപ്പട്ട ശനിയാഴ്ച, മുപ്പട്ട തിങ്കളാഴ്ച എന്ന് പറയും. ക്ഷേത്രത്തിൽ പോവുക, വരിക, അവിടെ വിശേഷ ദിവസങ്ങളിൽ പ്രത്യേകം ആചരണം എന്തെങ്കിലും നടത്തുക, ക്ഷേത്രത്തിൽ വിളക്ക് വയ്ക്കാനായിട്ട് എണ്ണ കൊടുക്കുക, വഴിപാടുകൾ കഴിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാവണം. എന്തിനു വേണ്ടിയിട്ട്? ആചാരം ആസുരപ്രകൃതിയിലേക്ക് വഴുതി വീഴാതെ ഇരിക്കാൻ, ദൈവപ്രകൃതി കൂടുതൽ കൂടുതലായിത്തീരാൻ. അതല്ലെങ്കിൽ ഫലം നാശമാണ്. ആ കാര്യത്തിന് സംശയമൊന്നുമില്ല. നമ്മൾ പണം കൊണ്ട് ജീവിതം സുഭഗമായി എന്ന് വിചാരിക്കരുത്. കുട്ടികളുണ്ടായത് കൊണ്ട് സുഭഗമായി എന്ന് വിചാരിക്കരുത്. പണം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും, പഠിപ്പും കൊടുക്കാൻ സാധിക്കും. പക്ഷേ നല്ല നടപ്പ് എവിടുന്ന് കൊടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മുടെ കുടുംബങ്ങളൊക്കെ ആചാരശുദ്ധിയുള്ളവരാവണം. സത്യം അതിനെ ഉയർത്തിപ്പിടിക്കണം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്നെ മുദ്രാവാക്യമാണ് സത്യമേവ ജയതേ. സത്യമേ ജയിക്കൂ, സത്യമേ ജയിക്കൂ. ആ സത്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാം ട്രാൻസ്പെറൻ്റ് ആവണം, തുറന്നു ചെയ്യണം, എല്ലാവർക്കും അറിയണം. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഉടനെ ഇൻ്റർനെറ്റിലിടണം, എല്ലാവരും വായിച്ചോട്ടെ, ഗ്രഹിച്ചോട്ടെ, തീരുമാനം എന്തെടുത്താലും അറിയിപ്പിക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയണത് എന്തിനാ? സത്യം, സത്യം, സത്യം. സത്യത്തിൽപ്പെട്ടതാണ് ഈ സദ്ഭരണം. സത്യത്തിൽപ്പെട്ടതാണ്. പ്രജകളെ സംബന്ധിച്ചിടത്തോളം എന്താ? നികുതി കൊടുക്കേണ്ടത് വേണ്ടതുപോലെ കൊടുക്കുക. അതിൽ കളവും ചതിയും കാണിക്കരുത്. അതിൽ വേണ്ടാതെ സേവ് ചെയ്യാൻ നോക്കരുത്. എന്തു വേണോ, നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ വില കൊടുക്കണില്ലേ കച്ചവടക്കാർ ചോദിക്കുന്ന വില? അതുമാതിരി സർക്കാർ നമ്മളോട് നികുതി ചോദിക്കുമ്പോൾ ആ നികുതിയും നമ്മൾ കൊടുക്കണം. അത് എപ്പോഴാണോ പ്രജകൾക്ക് വേണ്ടതുപോലെ നല്ല സത്യസന്ധതയോടുകൂടി കൊടുക്കാൻ തോന്നുന്നത്, അത് സദ്ഭരണത്തിൻ്റെ ഒരു ലക്ഷണമാണ്. ഭരണീയരാണ് നമ്മൾ, ഭരിക്കുന്നവരാണ് അവർ നമ്മളിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളവരാണ്. നമ്മളിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നികുതി വേണ്ടതുപോലെ കൊടുക്കാത്തവരാണെങ്കിൽ തിരഞ്ഞെടുത്തവരെന്ത് ചെയ്യും? കിട്ടിയ നികുതി വേണ്ടതുപോലെ ചെലവ് ചെയ്യില്ല.
അപ്പോൾ എവിടെ അതിന് തുടക്കം? നിങ്ങൾ തന്നെ പറയൂ. നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ ഗൃഹങ്ങൾ, നിങ്ങളുടെ ഗർഭപാത്രം, ഗർഭകാലം, അവിടെയാണല്ലോ ഈ നല്ലതും ചീത്തയും പൊട്ടിമുളയ്ക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ പറയണത് പ്രവൃത്തിം ച നിവൃത്തിം ച. അതിൽ ശൗചം, ആചാരം, സത്യം എന്ന 3 എണ്ണത്തിനാണ് കൃഷ്ണൻ ഇവിടെ സ്ഥാനം കൊടുക്കുന്നത്. മറ്റതോ അറിവാണ്. പ്രവൃത്തി എന്താണ്, നിവൃത്തി എന്താണ്,